വീഡിയോ ചെറുതാണെങ്കിലും മാർക്ക് ഷുവറാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഖാരിഫ്, രണ്ട് റാബി, മൂന്ന് സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ്, ഇങ്ങനെ ഈ മൂന്നായിട്ടാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ പ്രധാനമായും തരംതിരിക്കുന്നത്. ഖാരിഫ് കാർഷിക കാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. ഖാരിഫിനെ പറ്റി പറയുമ്പം മൺസൂണിന്റെ ആരംഭത്തിൽ വിള ഇറക്കുകയും മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. എന്നൂടെ പറഞ്ഞുതരാം. മൺസൂണിന്റെ ആരംഭത്തിൽ വിള ഇറക്കുന്നു. എന്നാൽ മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുപ്പ് നടത്തുന്നു. മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുപ്പ് നടത്തുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ഇവിടെ ഇതിന് നമ്മൾ മാസത്തിന്റെ കാര്യത്തിലോട്ട് മാറ്റുമ്പം ജൂൺ മുതൽ നവംബർ വരെയാണ് ഖാരിഫ് കാർഷിക കാലം ഉള്ളത്. അതായത് മൺസൂണിന്റെ ആരംഭം എന്ന് പറയുമ്പം ജൂൺ മാസം, മൺസൂണിന്റെ അവസാനം എന്ന് പറയുമ്പം നവംബർ മാസം. ജൂൺ മുതൽ നവംബർ മാസം വരെ. ജൂൺ ആദ്യം വിള ഇറക്കി നവംബർ ആദ്യം വിളവെടുപ്പ് നടത്തുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ ആദ്യം വിള ഇറക്കി നവംബർ ആദ്യം വിളവെടുപ്പ് നടത്തുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഉണ്ട്, അത് നോക്കാം. പനിച്ച എനക്ക് ചോറും ബജിയും. ഇവിടെ ഈ ഒരു കോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരുത്തി, നി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലക്കടല, ച എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചണം. പനിച്ച എന്നുള്ള ഈ ഒരു ഇതിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട്: പരുത്തി, നിലക്കടല, ചണം. ഈ മൂന്നെണ്ണം കിട്ടും. ഇനി എ എന്ന് പറയുമ്പം എള്ള്, നെ എന്ന് പറയുമ്പം നെല്ല്, ക്ക് എന്ന് പറയുമ്പം കരിമ്പ്. ഇനി ചോ എന്ന് പറയുമ്പം ചോളം, റ എന്ന് പറയുമ്പം റാഗി. റാബി എന്ന് കൊടുക്കരുത്, തെറ്റാണ്. റാഗി, അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോയിക്കൊള്ളണം. റാഗി. അടുത്ത ബ എന്ന് പറയുമ്പം ബജ്റ. ജ എന്ന് പറയുമ്പം ജോവർ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം. ഇവിടെ പനിച്ച എനക്ക് ചോറും ബജിയും എന്നുള്ളതാണ് നമ്മുടെ ഒരു കോഡ്. പ എന്ന് പറയുമ്പം പരുത്തി, നി എന്ന് പറയുമ്പം നിലക്കടല, ച എന്ന് പറയുമ്പം ചണം, എനക്ക് എന്നുള്ള അതിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് എ എള്ള്, നെ നെല്ല്, ക കരിമ്പ്. ഓക്കെ. പിന്നെ ചോറും എന്നുള്ളതിൽ ചോളം, റാഗി. റാ എന്ന് പറയുമ്പോൾ അത് റാഗി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ റാബി അല്ല, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. റാബി അല്ല, റാഗി. ഓക്കെ. ആ സ്പെല്ലിങ്ങുകൾ നോക്കിക്കൊള്ളണം. ഇവിടെ സ്പെല്ലിങ് നല്ലപോലെ പഠിച്ചു വെച്ചോളണം. റാഗി. ഓക്കെ. അതിനുശേഷം പറഞ്ഞത് ബ എന്ന് പറയുമ്പോൾ ബജ്റ. പിന്നെ ജ എന്ന് പറയുമ്പം ജോവർ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. ഇനി റാബി കാർഷിക കാലത്തെ പറ്റി പഠിക്കാം. ഇവിടെ റാബി കാലഘട്ടത്തിന്റെ തുടക്കം എന്ന് പറയുമ്പം നവംബർ മധ്യത്താണ്.
നവംബർ മധ്യം ആകുമ്പം തുടങ്ങുകയും മാർച്ച് മാസം എന്ന് പറയുമ്പോൾ മാർച്ച് മാസം ആദ്യം അവസാനിക്കുകയും ചെയ്യുന്നു. മാർച്ച് മാസം ആദ്യം അവസാനിക്കുന്നു. അതായത് വേറൊന്നുമല്ല, ഇത് എന്ന് പറയുമ്പോൾ ശൈത്യകാല വിളയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഖാരിഫ് വിളയുടെ പ്രത്യേകത പറഞ്ഞു. ഖാരിഫ് എന്ന് പറയുമ്പോൾ അതൊരു മൺസൂൺ കാലഘട്ടത്താണ് ഉള്ളത്. മൺസൂൺ കാലഘട്ടത്തിലാണ് ഖാരിഫ് ഉള്ളതെങ്കിൽ റാബി ഉള്ളത് ശൈത്യകാലത്താണ്. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ തുടങ്ങി മാർച്ച് മാസം വരെയാണ് റാബിയുടെ കാലഘട്ടം. ഇവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കണം. ശൈത്യകാലത്തിൽ തുടങ്ങുകയും മാർച്ച് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേനൽക്കാലമാണ്. വേനൽക്കാലത്തിന്റെ ആരംഭം, വേനൽക്കാലം ആരംഭം വരെയാണ് റാബി കാലഘട്ടം ഉള്ളത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ശൈത്യകാലത്തിൽ തുടങ്ങി വേനൽക്കാലത്തിന്റെ ആരംഭം വരെയാണ് റാബി കാലഘട്ടം എന്ന് പറയുമ്പം ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ വിളവിറക്കുകയും വേനൽക്കാലത്തിന്റെ ആദ്യം വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് റാബി വിളകൾ. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. ഇതിന് നമ്മൾ മാസത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നവംബർ മധ്യം ആകുമ്പോൾ തുടങ്ങുകയും മാർച്ച് ആദ്യം ആകുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നതാണ് റാബി കാലഘട്ടം. പിന്നെ ഇതിൽ റാബിയുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. റാബിയുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള പ്രധാനപ്പെട്ട വിളകൾ ഏതെന്ന് നോക്കാം. അതിനൊരു കോഡുണ്ട്. ഗോപു ബാലിക പയർ പറിച്ചു. ഗോപു ബാലിക പയർ പറിച്ചു. ഇവിടെ ഗോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോതമ്പ്. ഗോ എന്ന് പറയുമ്പോൾ ഗോതമ്പ്. പു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പുകയില. ബ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാർലി. ലി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിൻസീഡ്. ക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടുക്. പിന്നെ പയർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, പയർ വർഗങ്ങൾ. പറിച്ചു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഗോപു ബാലിക പയർ പറിച്ചു എന്നുള്ളതാണ് ഈ ഒരു കോഡ്. ഗോതമ്പ്, പുകയില, ബാർലി, ലിൻസീഡ്, കടുക്, പയർ വർഗ്ഗങ്ങൾ. ഖാരിഫിൽ എന്തുണ്ടായി? കരിമ്പ് ഒരു പ്രധാനപ്പെട്ട വിളയാണ്. എങ്കിൽ റാബിയുടെ കാര്യം എടുത്താൽ കടുക് പ്രധാനപ്പെട്ട ഒരു വിളയാണ്. ഈ രണ്ട് സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് തന്നെ ഒരു ബോക്സ് വെച്ച് അടയാളപ്പെടുത്തി വെച്ചോളണം. ഇത് ഉറപ്പായും ചോദിക്കും, നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. ഓക്കെ. റാബി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിളകളാണ് ഗോതമ്പ്, പുകയില, ബാർലി, ലിൻസീഡ്, കടുക്, പയർ വർഗ്ഗങ്ങൾ. ഗോപു ബാലിക പയർ പറിച്ചു. ഓക്കെ. പിന്നെ ഇതിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഖാരിഫ് വിളയിൽ കരിമ്പ് എങ്കിൽ റാബി വിളയിൽ കടുക്. കരിമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി നമുക്ക് ഖാരിഫ് പറഞ്ഞു, റാബി പറഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് സെയ്ദ് കാർഷിക കാലം. സെയ്ദ് കാർഷിക കാലം എന്ന് പറയുമ്പോൾ സെയ്ദ് സീസൺ. ഇവിടെ നേരത്തെ പറഞ്ഞു ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ തുടങ്ങുകയും വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നതാണ് റാബി വിള എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്? അതായത് വേനലിന്റെ ആരംഭത്തിൽ തുടങ്ങുകയും മൺസൂണിന്റെ ആരംഭത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തുടങ്ങുകയും മൺസൂണിന്റെ ആരംഭത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നതാണ് സെയ്ദ് സീസൺ. അതായത് വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തുടങ്ങുകയും
മൺസൂണിന്റെ ആരംഭത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് സെയ്ദ് കാലഘട്ടം. വേനൽക്കാലത്തിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർച്ച് ആരംഭം മുതൽ മൺസൂണിന്റെ ആരംഭം എന്ന് പറയുമ്പം ജൂൺ ആദ്യം. ഓക്കെ, അതായത് മാർച്ച് മുതൽ ജൂൺ വരെയാണ് സെയ്ദിന്റെ കാലഘട്ടം. സെയ്ദ് കാർഷിക കാലത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെയാണ്. വേനലിന്റെ ആരംഭം മുതൽ മൺസൂണിന്റെ ആരംഭം വരെയാണ് സെയ്ദിന്റെ കാലഘട്ടം. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഒന്ന്, സെയ്ദ് എന്ന് പറഞ്ഞ ഈ ഒരു സീസണിൽ വരുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുമ്പം ഒന്ന് പഴവർഗ്ഗങ്ങൾ, രണ്ടാമത് പച്ചക്കറി, മൂന്നാമത് തണ്ണിമത്തൻ. ഇവിടെ തണ്ണിമത്തൻ എന്ന ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറയുമ്പം മുൻ വർഷ ചോദ്യമാണ്. 1-2 പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നല്ലപോലെ സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. സെയ്ദ് കാലഘട്ടത്തിലാണ് തണ്ണിമത്തന്റെ കൃഷി വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ വിളവ് ഇറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സെയ്ദ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ വിളവ് ഇറക്കുകയും മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് സെയ്ദ് കാലഘട്ടം. ഓക്കെ, പിന്നെ അറിയാലോ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, തണ്ണിമത്തൻ എന്ന് പറയുമ്പം PYQ ആണ്. PYQ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മുൻവർഷ ചോദ്യങ്ങൾ. ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ സ്പെഷ്യലായിട്ട് എടുത്ത് പഠിച്ചോളാം. തണ്ണിമത്തൻ വരുന്നത് സെയ്ദ് കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ചെറുതാണെങ്കിലും മാർക്ക് ഷുവറാണ്.